എന്താ ഗിരി ഇത് എന്നോട് പറയാതിരുന്നത്? മനഃപൂർവ്വമല്ലേ എന്നെ അറിയിക്കാതിരുന്നത്? ആ ആണെന്ന് കൂട്ടിക്കോ. കണ്ടില്ലേ അമ്മേ, തനുജ വീട്ടിൽ വന്ന് വലിയ ബഹളമായി. ഗിരി അത് അറിഞ്ഞിട്ടും എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ശരി, ഞാൻ നിന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പറഞ്ഞ ഞാൻ ഉടനെ അങ്ങോട്ട് പോവില്ലായിരുന്നോ? എന്നിട്ട് താനോടെ പോയിട്ട് ഗിരി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്കെന്താ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യും. അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. എന്നുവെച്ചാ പ്രത്യക്ഷത്തിൽ താൻ അവിടെ ചെന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, അതല്ലേ? ഗിരി എന്നെ കളിയാക്കുവാണോ? അത് ചോദ്യോത്തരം പറഞ്ഞ് കളിക്കുന്നോ? ഞാൻ അവളെ ചിലപ്പോ കൊല്ലും, അതോടെ അങ്ങ് തീരുമല്ലോ. അതെങ്ങനെ തീരും? അപ്പോഴല്ലേ ആൾക്കാർ കൂടുതൽ സംശയിക്കുന്നത്. രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളെ ആദ്യ ഭാര്യയിലുണ്ടായ മകൾ കൊന്നു. അവിടെ പുതിയ സംഭവങ്ങൾ തുടങ്ങുകയല്ലേ? നീയോ ഞാനോ ഇതിനിടയിൽ അവിടെ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രശ്നം തീർക്കേണ്ടത് രജനിയുടെ അച്ഛനാ, സിദ്ധാർത്ഥൻ സാറ്. അദ്ദേഹം അത് ഈസി ആയിട്ട് തീർക്കുകയും ചെയ്യും. അച്ഛനായിട്ട് ഒന്നും ചെയ്യില്ല. ഇടയ്ക്കൊന്ന് സന്തോഷിച്ചു വന്നതാ, ദായിപ്പോ എല്ലാം വീണ്ടും പ്രശ്നത്തിലായി. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവോ ഗിരി? വേണ്ട, എനിക്ക് പോണം ഗിരി, പ്ലീസ്. ഇല്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഗിരി നോക്ക്, ഭാര്യയ്ക്ക് ഭാര്യയുടെ അവകാശങ്ങളുണ്ടെന്നും അതിന് ഭർത്താവിന്റെ അനുവാദം വേണ്ടെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാ ഞാൻ. ഭാര്യയെ കീഴടക്കി നിർത്തുന്ന ആളുമല്ല. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ഭർത്താവിന്റെ അധികാരം കാണിക്കലുമല്ല, ഒരു പ്രശ്നം ഇല്ലാതാക്കല. നീ പോണ്ട, പോണ്ടാന്ന് വെച്ചാ പോണ്ട. ഗിരി, ഇനിയിപ്പോ അതല്ല, നിനക്ക് പോയേ തീരൂന്നാണെങ്കിൽ പോവാം, പോയിക്കോ. മോളെ, അവൻ പറയുന്നതാ ന്യായം. മോള് പോണ്ടാന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ മോളുടെ ഇഷ്ടം. പക്ഷെ ഒരാള് ശരിയായ കാര്യം പറയുമ്പോ അതനുസരിക്കാന്നുള്ളതാ ബുദ്ധിയുള്ളവര് ചെയ്യേണ്ടത്. നീ സമാധാനിക്ക്. എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോ. അവൻ നിന്നെ കൊണ്ടുപോകും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.